ധവളപത്രം പുറത്തിറക്കിയ ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. 2027 കേരളം 37% പോകുമെന്നാണ്. പക്ഷേ 2023 തന്നെ കേരളം സമ്പദ് വ്യവസ്ഥയുടെ 39.1% കടം എന്നുള്ള അപകടകരമായ റേഷ്യോയിലേക്ക് പോയിരിക്കുകയാണ്. മൊത്തം കടം ധനക്കമ്മിയും വർദ്ധിച്ചു, റവന്യൂ കമ്മി വർദ്ധിച്ചു, മൊത്തം കടം വർദ്ധിച്ചു. ഇപ്പോൾ പണം ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്ലാൻ തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. നമുക്കറിയാം, നികുതിയുടെ കാര്യത്തിൽ തനത് വരുമാനം ഗൗരവതരമായി കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബജറ്റിലെല്ലാം പ്രതീക്ഷിച്ചത് 71,000 കോടി രൂപയാണ് ബജറ്റിൽ വരുമാനം പ്രതീക്ഷിച്ചത്, തനത് വരുമാനം പ്രതീക്ഷിച്ചത്. അത് ഏകദേശം 13,000 കോടി രൂപ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂലധന ചെലവാണ് ഏറ്റവും ഒരു ഗവൺമെന്റിന്റെ ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. അത് ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ 10,000 കോടി കുറവിലാണ് മൂലധന ചെലവ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം എല്ലാ സൂചകങ്ങളും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ബജറ്റിൽ പുറത്തുണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്, കിഫ്ബി. ആ കിഫ്ബി പൂർണ്ണമായ പരാജയമായിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് 70,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് 6.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 6,000 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. കിഫ്ബിയുടെ കയ്യിലുള്ളത് 3,400 കോടി രൂപ മാത്രമാണ് കിഫ്ബിയുടെ കയ്യിലുള്ളത്. ഇനിയും കടമെടുക്കണം. ഈ പ്രഖ്യാപിച്ച 70,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ പൊതുകടവും മൊത്തം കടവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ്. ഇന്ത്യയിലെ ഇന്നലെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതായി മാധ്യമങ്ങളിൽ കണ്ടു. ഞങ്ങൾ നടത്തിയ പഠനത്തിനും സമാനമാണത്. കാരണം ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം GSTയുടെ നികുതി വരുമാന വളർച്ച ഏറ്റവും കുറവ് കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ശരാശരി 2% നികുതി വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. GST പ്രഖ്യാപിച്ചപ്പോൾ 30% കേരളത്തിൻ്റെ നികുതി വരുമാനം വർധനവ് കണക്കാക്കിയിരുന്നത്. തോത് 30%. കാരണം GST എന്ന് പറയുന്നത് കൺസ്യൂമർ പോയിന്റിലാണ് ടാക്സ് മേടിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ GSTയുടെ ഏറ്റവും വലിയ ബെനഫിഷ്യറിയായി മാറേണ്ടത് കേരളമായിരുന്നു. പക്ഷേ ഇന്ന് GST കൊണ്ട് ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് കേരളത്തിൻ്റെ നികുതി പിരിവ് പരാജയപ്പെട്ടിരിക്കുകയാണ്. നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ്. ഞങ്ങൾ നിരന്തരമായി കഴിഞ്ഞ നിയമസഭകളിലെല്ലാം ആവർത്തിച്ചിരുന്നു. കാരണം വാറ്റിൽ നിന്ന് GSTയിലേക്ക് നികുതി ഘടന മാറിയപ്പോൾ നികുതി ഭരണ സംവിധാനം ഉടച്ചു വാർക്കണം, പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90%-ലധികം സംസ്ഥാനങ്ങളും ഈ നികുതി ഭരണ സംവിധാനം GSTക്ക് അനുരോധമായ രീതിയിൽ പുനഃസംഘടിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഈ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ്, നികുതി പിരിക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ ബജറ്റ് എസ്റ്റിമേറ്റിലേക്ക് വളരെ താഴെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 70,000 കോടി രൂപ നികുതി പിരിവിലെ അനാസ്ഥ മൂലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 70,000 കോടി രൂപ. കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നയങ്ങൾ കൂടി ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഈ ഡോക്യുമെന്റ് അതും ഗൗരവതരമായി പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം. ഒരു വശത്ത് നികുതി കളക്ഷൻ ഗൗരവമായി കുറയുന്നു, മറുവശത്ത് ദുർച്ചെലവുകൾ വർദ്ധിക്കുന്നു. ആ ദുർച്ചെലവുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കടം എന്ന് പറയുന്നത് ടോക്സിക് ഡെറ്റ് എന്നാണ് ഞങ്ങളതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപകടകരമായ കടം എന്നുള്ളതാണ്. അതുപോലെ ഇതെല്ലാം ഈ പിരിവിന് വേണ്ടി കൊണ്ടുവന്ന ആംനസ്റ്റി സ്കീമെല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ടു. ഒരു സ്റ്റേറ്റിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വായ്പകളുടെ ഗതി പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കമ്പനി ഉണ്ടാക്കി. ഇപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഗവൺമെൻറ് വിഡ്രോ ചെയ്യാണ്, പുറയിലേക്ക് പോവുകയാണ്. ഏകദേശം 8,000 കോടിയോളം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയതിൻ്റെ പേരിൽ സംസ്ഥാനം കൊടുക്കാനുണ്ട്. സംസ്ഥാനത്തിന് ഒരു ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റി ഉണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ. കാർഷിക കടാശ്വാസ കമ്മീഷൻ 400 കോടി രൂപയാണ് കൊടുക്കേണ്ടത്.
നെല്ല് സംഭരണത്തിന് 222 കോടിയാണ് കൊടുക്കേണ്ടത്. ഒരുപാട് പേർക്ക് പണം നൽകിയിട്ടില്ല. പണം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തകരാറിലാവുന്നു. ബജറ്റിന് പുറത്തു കൊണ്ടുവന്ന കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത രീതിയിലാണ് പോകുന്നത്. വ്യാപകമായ അഴിമതിയും ധൂർത്തുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഇപ്പോൾ 5ാമത്തെ DA അല്ലേ, ജനുവരി 1 ആയപ്പോഴേക്കും കുടിശ്ശിക, DA കുടിശ്ശിക 5ാമത്തെയായി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാനുണ്ട്, അവരുടെ DR കൊടുക്കാനുണ്ട് പെൻഷൻകാരുടെ. അപ്പോൾ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻകാർക്കും എല്ലാവർക്കും പ്രശ്നമാണ്. കാർഷിക മേഖല നിറഞ്ഞ പ്രതിസന്ധിയാണ്. വ്യവസായ മേഖല തകർച്ചയിലേക്കാണ്. കാർഷിക മേഖലയിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലയിടിവാണ്. നമ്മുടെ ഇൻകം വരേണ്ടത്, നമ്മുടെ ഈ പറയുന്ന ഈ ധനസ്ഥിതിയുടെ പ്രശ്നങ്ങൾ മുഴുവൻ കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളൊന്നും നല്ല റിപ്പോർട്ടുകളല്ല. അതുപോലെ ഈ ബഫർ സോൺ ഉണ്ടായപ്പോൾ അത് കേരളത്തിനുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ആഘാതം, അതും ഈ ഡോക്യുമെൻ്റ് ഗൗരവതരമായി പരിശോധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബാധ്യതകൾ ജനങ്ങളുടെ മീതെയാണ് വരുന്നത്. വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു, വൈദ്യുതി ബോർഡ് ലാഭത്തിലായിട്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു, ടാക്സിക്കും ഓട്ടോറിക്ഷയ്ക്കും ചാർജ് വർദ്ധിപ്പിക്കുന്നു. എല്ലാ ബാധ്യതകളും ജനങ്ങളുടെ തലയിലേക്ക് പോവുകയാണ്. അതിനിടയിൽ സിൽവർ ലൈൻ എന്ന പേരിൽ ഒരു വെള്ളാനയെ കൊണ്ടുവരുന്നു. വെള്ളാനയെ കൊണ്ടുവരാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ മറുവശത്ത് പൊതുഗതാഗത സംവിധാനം മുഴുവൻ താറുമാറായിരുന്നു. KSRTC തകർച്ചയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ്. എല്ലാ പദ്ധതികളും ദിശാബോധം നഷ്ടപ്പെട്ട പദ്ധതികളായി മാറിയിരിക്കുകയാണ്. ലോക്കൽ ഗവൺമെൻറ്റുകൾ, പ്രാദേശിക സർക്കാരുകളെ ഗവൺമെൻറ് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. അവർക്ക് ആവശ്യമായ പണം കൊടുക്കുന്നില്ല. പദ്ധതി തമാശയായി മാറുകയാണ് പദ്ധതി പ്രവർത്തനം. CP ജോണത് വിശദീകരിക്കും. പ്രാദേശിക വാർത്തയിൽ ഒരിടവേള. ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം